ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ മീനുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പ്രോൺസ് മാത്രം എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബാക്കി ഞാനത് കവറിലോട്ട് തന്നെ മാറ്റി വെക്കുവാണ് കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു വോൾ സ്റ്റിക്കറാണ് ഇത് കേട്ടോ. 115 രൂപ ഇതിനായിട്ടുള്ളൂ. നല്ല വേർത്തായിട്ടുള്ളൊരു സാധനമാണ്. മുന്നേ വെച്ചാൽ ഈ പെയിൻറ് ചെയ്ത ഭാഗത്തിലൊക്കെ നമ്മൾ ഈ കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് തിളയ്ക്കുമ്പോൾ തെറിക്കൂലേ, അങ്ങനെ തെറിച്ചിട്ട് ഈ വോള് ഫുള്ളൊരു കരിമ്പനടിച്ച പോലെ ഒരു കുറച്ച് വൃത്തികേടായിരുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എനിക്കതൊരു മോശമായിട്ട് തോന്നിയിട്ട് ഞാനൊരു വോൾ സ്റ്റിക്കർ വാങ്ങിയത്. പക്ഷെ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇത്ര നല്ലതായിരിക്കും എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ നല്ല സാധനമാണ് കേട്ടോ. അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിച്ചണിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ മാറി. ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മുളക് പൊടി കേട്ടോ. ടീസ്പൂണില്ലേ, അതിൻ്റെ പകുതിയേ ഉള്ളൂ ഇത് വരുള്ളൂ. അപ്പം ഒരു ടീസ്പൂണേ ആവശ്യമുള്ളൂ. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിൽ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ മറന്നുപോയതാ. പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. വിനീഗർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ. വിനീഗർ ഉണ്ടെങ്കിൽ 1 സ്പൂൺ വിനീഗർ കൂടെ ചേർത്താൽ നല്ല സോഫ്റ്റ് ആവാനും ടേസ്റ്റ് ആവാനും നല്ലതാണ്. ഇടാൻ പറ്റും. പക്ഷേ ഇല്ലേ അമ്മ, ഇത് മിന്നാന്നുള്ളത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് മുറിക്കുന്ന വീഡിയോ ഇപ്പൊ എടുത്തതല്ലേ, പിന്നെന്തിനാ കുറേ സമയം എടുക്കുന്നത്? ഞാനിപ്പോൾ ചെമ്മീൻ തേങ്ങ അരച്ച് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ അരക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണ്, അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. നമ്മൾ സാധാ വെക്കുന്ന പോലെയല്ല, പുളി ഒഴിക്കാതെ മോരൊഴിച്ചിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് വെക്കുക ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചിരകിയ തേങ്ങ, മോരാണ് കേട്ടോ, കുറച്ച് മതി. പിന്നെ ഇപ്പം കുറച്ച് മതി, നമുക്ക് പുളി അധികം ആവാൻ പാടില്ല. അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്. നിങ്ങൾ എടുക്കുന്ന തേങ്ങക്കനുസരിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ അളവ് അധികമാക്കും. മുളക് പൊടിയാണ് ഇത്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഞാൻ പൊതുവേ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ എരിവൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. എരിവ് നിങ്ങളെ എരിവിനനുസരിച്ചിട്ടിടുക. ഞാനിതിലിപ്പം ഒരു മുളകും കൂടി ചേർക്കും, അതുകൊണ്ട് ഞാൻ കുറച്ചേ മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു നുള്ളിൽ ജീരകം, ഒരു നുള്ളിൽ മതി. പിന്നെ ഒരു ചെറിയൊരു ഫ്ലേവറിന്, ചെമ്മീനാണ് എന്നാലും ഒരു നുള്ളിൽ ജീരകവും കൂടി ഞാനിതിൽ അരക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനമാണ് അരച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ ഒരു സാധാരണ തേങ്ങയൊക്കെ അരക്കുന്ന കൺസിസ്റ്റൻസിയിൽ അരക്കുക. പിന്നെ നമ്മൾ ഈ പ്രോൺസ് എന്ന് വെച്ചാൽ ഒരുപാട് പുളിയായാലും രസം ഉണ്ടാവില്ല. അപ്പം സാധാരണ നമ്മൾ മീനൊക്കെ മത്തിയോ അയിലയൊക്കെ തേങ്ങ അരച്ചിട്ട് വെക്കുമ്പം കുറച്ച് പുളി അധികം ആക്കുന്ന പോലെ ആ ഒരു ഇതിൽ പുളി ആഡ് ചെയ്തതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പുളി കുറച്ചിട്ടാൽ മതി, എന്നാലേ പ്രോൺസിന് രസം ഉണ്ടാവും കറി വെക്കുന്ന സമയത്ത്. അപ്പോൾ തേങ്ങ അരച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഡയറക്റ്റ് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം.
ഈ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം. അതിപ്പോൾ ഈ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിക്കാം. ഇതിലിപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് പിന്നെ തക്കാളി. ഒരു തക്കാളി മതി കഴുകിയിട്ട്. പച്ചമുളക് ഇടണം, കാരണം വെച്ചാൽ നമ്മൾ ഒരു 1/2 സ്പൂണേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. 1 സ്പൂണല്ല 1 സ്പൂൺ കാശ്മീരി ചില്ലി ആയതുകൊണ്ട്. അപ്പം ഇതിലിപ്പം പച്ചമുളക് കൂടി ആഡ് ചെയ്യുക എരിവിനനുസരിച്ചിട്ട്. ഇവിടെ എരിവ് കുറവേ വേണ്ടു, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു മുളക് ഇടുമ്പോൾ നമ്മളെല്ലാം എപ്പോഴും ഇടുന്നതിന് മുന്നേ ഓരോ മുളകും വ്യത്യാസം ഉണ്ടാവും. ചില മുളക് നല്ല എരിവുള്ളതായിരിക്കും, ചിലതിന് തീരെ എരിവ് ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ചിട്ട് മുളക് നമ്മൾ ഇടുന്നതിന് മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം കുട്ടികളെല്ലാം വീടാണെങ്കിൽ ചിലപ്പം എരിവ് ഒരുപാട് അധികമായിട്ടുണ്ട്, പിന്നെ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവില്ലേ. അപ്പം ഞാൻ 2 മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പിട്ടിട്ടില്ല, എനിക്ക് ഉപ്പിടണം. പിന്നെ ഇത് ഒരാളെയും എനിക്ക് ഉപ്പ് കയ്പ്പാകാൻ, അപ്പം നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടും. ഇപ്പം 1 സ്പൂൺ 1/2 സ്പൂൺ എന്നൊന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല. നമ്മളിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് വെക്കുന്നത്, ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ്, എരിവ്, പുളി ഇതൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ പ്രോൺസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഈ പ്രോൺസിൻ്റെ തല വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഡ്യൂട്ടി പോവാണ് ഡൽഹിയിലേക്ക്. അപ്പം ഇനി ഒരാഴ്ച ഡൽഹിയിലാണ് ഉണ്ടാവുക. അപ്പം ഇതിപ്പം കണ്ണൂരിൽ നിന്ന് പുള്ളി ട്രെയിൻ കയറും. ഇപ്പം കൂടെ ഡ്യൂട്ടി ചെയ്യുന്ന 6-7 ഓഫീസേഴ്സ് ട്രെയിനിലുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ട് നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം രാത്രി 3 മണി ആ സമയത്താണ് ട്രെയിൻ. അപ്പം ഇത് ഉണ്ടാക്കി വെച്ച് തണിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ഞാനൊരു ഗ്രേവിയും പിന്നെ പ്രോൺസ് വെച്ചിട്ടൊരു നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ചെയ്യുന്നൊരു നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മസാലയുണ്ട്, അതുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതിൽ കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യാനില്ല. അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ചല്ല 1 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. ട്രെയിനിൽ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് മോശമാവുമോ എന്ന് ഒരു പേടിയുണ്ട്, പക്ഷെ നോക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ഏകദേശം 11 മണി സമയത്താണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കാം. നല്ലോണം തണിച്ചിട്ട് ഫ്രീസറിൽ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പം തണുപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ഇവർ ഉറങ്ങി എണീക്കുന്ന സമയമൊക്കെ ആവുമല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രോൺസിൻ്റെ ബിരിയാണിക്കൊക്കെ ഉള്ള മസാലയാണ്, പക്ഷെ നമുക്കത് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പൊതുവേ ഞാനത് ഉണ്ടാക്കിയാൽ എല്ലാവരും പറയലുണ്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പം അവരുടെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയലുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ കേട്ടോ. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പ്രോൺസ് ഫ്രൈൻ്റെത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം, കാരണം ഇത് ഒരുപാട് ലെങ്ത് ആയി പോകും. ഫോണ് ഇടയ്ക്ക് ഓഫായി പോയി, അതുകൊണ്ട് എനിക്ക്